പാലക്കാട്ടെ RSS പ്രവർത്തകൻ ശ്രീനിവാസനെ കൊലപ്പെടുത്തിയ കേസിൽ 2 പേർ കൂടി പിടിയിലായി. ഗൂഢാലോചനയിൽ പങ്കെടുത്തവരാണ് പിടിയിലായത്. അക്രമി സംഘം സഞ്ചരിച്ച ഒരു ബൈക്കും ആയുധങ്ങൾ കൊണ്ടുവന്നതെന്ന് സംശയിക്കുന്ന ഓട്ടോറിക്ഷയും കണ്ടെത്തി. ഇന്നലെ അറസ്റ്റിലായ 4 പേരെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും. വിവരങ്ങളുമായി പ്രസാദ് ഉണ്ണിശ്ശേരി ചേരുകയാണ്. പ്രസാദ്, 2 പേർ കൂടി പിടിയിലായിരിക്കുന്നു. ഇവരും ഗൂഢാലോചനയിൽ പങ്കെടുത്തവരെന്ന് അറിയുന്നു. ഈ വാഹനങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. ഉപേക്ഷിക്കപ്പെട്ട നിലയിലാണോ വാഹനങ്ങൾ? വിവരങ്ങൾ എന്താണ്? രേണുക, ശ്രീനിവാസൻ വധക്കേസിൽ ഇപ്പോൾ 2 പേരെ കൂടി പോലീസ് പിടികൂടിയിട്ടുണ്ട്. ഇതിൽ ഗൂഢാലോചന നടത്തിയ, അതായത് അക്രമി സംഘത്തിന് സഹായങ്ങൾ ചെയ്തു കൊടുക്കുകയും അതോടൊപ്പം സുബൈർ കൊല്ലപ്പെട്ട ദിവസം മോർച്ചറിക്ക് സമീപം ഗൂഢാലോചന നടത്തിയ ആളുകളുമാണ് ഇപ്പോൾ പിടിയിലായിട്ടുള്ള 2 പേർ. ഇവരുടെ അറസ്റ്റ് ഇന്ന് വൈകുന്നേരത്തോടുകൂടി ഉണ്ടാകുമെന്നുള്ളതാണ് കിട്ടുന്ന സൂചനകൾ. അതോടൊപ്പം തന്നെ വാഹനങ്ങൾ, അക്രമി സംഘം സഞ്ചരിച്ച വാഹനങ്ങളിൽ ഒരു ബൈക്കും ഒരു ഓട്ടോറിക്ഷയും കണ്ടെത്തിയതായും വിവരമുണ്ട്. ഇതിൽ ബൈക്ക് ഓട്ടോറിക്ഷയിൽ അക്രമികൾക്ക് വാള് എത്തിച്ചു നൽകിയത് ഓട്ടോറിക്ഷയിലാണ്. പിന്നീട് മറ്റൊരു കാറിലാണ് ഈ കൊലപാതകം നടത്തുന്നതിന് തൊട്ടു മുമ്പിൽ കാറിലാണ് ആയുധങ്ങൾ കൊണ്ടുപോകുന്നത്. അതിനു മുമ്പ് ഈ ആയുധങ്ങൾ കൊണ്ടുവന്നത് ഓട്ടോറിക്ഷയിലാണ് എന്ന വിവരമാണ് കിട്ടിയിട്ടുള്ളത്. ഈ ഓട്ടോറിക്ഷയും ബൈക്കും പോലീസ് കണ്ടെത്തി എന്നുള്ളതാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. മറ്റൊന്ന്, ഇനിയും കൂടുതൽ വാഹനങ്ങൾ കണ്ടെത്തേണ്ടതുണ്ട്. എന്തായാലും പാലക്കാട് നഗരത്തിൽ തന്നെയാണ് ഈ 2 വാഹനങ്ങളും ഉള്ളത് എന്നാണ്. പോലീസ് ഇന്ന് കൂടുതൽ തെളിവെടുപ്പ് നടത്തും. ഈ സ്ഥലങ്ങളിലെല്ലാം തന്നെ പോയി ഇന്നലെ അറസ്റ്റ് ചെയ്ത 4 പേരെയും ഗൂഢാലോചന നടത്തിയ സ്ഥലത്തും അതോടൊപ്പം തന്നെ അക്രമം നടത്തിയ സ്ഥലത്തുമെല്ലാം പ്രതികളെ കൊണ്ടുപോയി തെളിവെടുപ്പ് നടത്തും. ശരി പ്രസാദ്, സാധാരണ ഇത്തരം രാഷ്ട്രീയ കൊലപാതക കേസുകളിലൊക്കെയും നേരിട്ട് ഉൾപ്പെട്ടവർ പിടിയിലാവുകയും ഗൂഢാലോചനയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അതിൽ കൂടുതൽ അന്വേഷണം മുന്നോട്ട് പോകാത്ത സാഹചര്യമൊക്കെയാണ് ഉള്ളത്. ഗൂഢാലോചനയിൽ ഉൾപ്പെട്ടവരെ കൂടി നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണം എന്നായിരിക്കും സാധാരണയായി ഉയരുന്ന ആവശ്യം. പക്ഷേ ഈ കേസുമായി ബന്ധപ്പെട്ട് തിരിച്ചാണോ സംഭവിക്കുന്നത്? ആദ്യം ഈ ഗൂഢാലോചനയിൽ ഉൾപ്പെട്ടവർ പിടിയിലാകുന്ന ഒരു സാഹചര്യം. രേണുക, ഈ കേസിന്റെ അന്വേഷണത്തിന്റെ തുടക്കത്തിൽ തന്നെ ADGP വ്യക്തമാക്കിയിരുന്നത് പ്രതികളെ മാത്രമല്ല, ഇതിൽ ഗൂഢാലോചനയിൽ പങ്കെടുത്ത ആളുകളെയും 2 കേസുകളിലും, സുബൈർ കേസിലും അതോടൊപ്പം തന്നെ ശ്രീനിവാസൻ വധക്കേസിലും ഗൂഢാലോചനയിൽ പങ്കെടുത്തവരെ കൂടി പിടികൂടും എന്നുള്ളത് അന്വേഷണ സംഘം നേരത്തെ വ്യക്തമാക്കിയിരുന്നു. എന്തായാലും ഈ കേസിൽ രേണുക സൂചിപ്പിച്ചതുപോലെ തന്നെ ഗൂഢാലോചനയിൽ പങ്കെടുത്ത ആളുകളെ കൂടിയാണ് ആദ്യഘട്ടത്തിൽ പിടികൂടുന്നത്. എന്നാൽ ഇന്നലെ അറസ്റ്റ് ചെയ്ത 4 പേരിൽ 2 പേർ അക്രമി സംഘത്തോടൊപ്പം ഉണ്ടായിരുന്നവരാണ്. അതായത് നമ്മൾ CCTV ദൃശ്യങ്ങളിൽ കാണുന്നത് 3 ബൈക്കുകളിലായി 6 പേർ സഞ്ചരിക്കുന്നു എന്നുള്ളതാണ്. പക്ഷേ അപ്പുറത്ത് 5 ബൈക്കുകളിലായി 10 പേരാണ് ഈ കൊലപാതകം നടത്താൻ പോയിട്ടുള്ളത്. മറ്റ് 4 പേർ പിന്നീട് ഈ നഗരത്തിൽ വഴിതെറ്റി പോയി എന്നുള്ളതാണ് അന്വേഷണ സംഘം പറയുന്നത്. ഈ ശ്രീനിവാസന്റെ കടയിലേക്ക്, മേലാമ്പ്രയിലേക്ക് ആദ്യം എത്തിയത് സംഘപ്പെട്ട ആളുകളാണ്. ഇന്നലെ അറസ്റ്റിലായ 2 പേർ. അവർ പിന്നീട് മറ്റു പുറകെ എത്തിയ അക്രമി സംഘത്തെ കാണാതെ പിന്നീട് തിരിച്ചു പോവുകയും പിന്നീട് അതേ സ്ഥലത്തേക്ക് തന്നെ അവർ തിരിച്ചു വന്നപ്പോഴത്തേനും ആദ്യം ഇവരോടൊപ്പം ഉണ്ടായിരുന്ന മറ്റ് 6 പേർ ഈ കൊലപാതകം നടത്തി മടങ്ങുകയുമാണ് ചെയ്തിട്ടുള്ളത്. കൊലപാതക സംഘത്തിൽ 10 പേരാണ് ഉണ്ടായിരുന്നത്. അതിൽ 6 പേരുടെ CCTV ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. അതിന് തൊട്ടുപുറകിൽ 2 ബൈക്കുകളിലായി വേറെയും ആളുകൾ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. എന്തായാലും ഇവരിൽ 2 പേരെ ഇന്നലെ അക്രമി സംഘത്തോടൊപ്പം ഉണ്ടായിരുന്ന 2 പേരെ അറസ്റ്റ് ചെയ്തു. പക്ഷെ വെട്ടിയ ആളുകളെയാണ് ഇനി പിടികൂടാനുള്ളത്. ശരി, പ്രസാദ് ഉടുമ്പശ്ശേരിയാണ് വിവരങ്ങൾ നൽകിയത്. കുറ്റകൃത്യത്തിൽ നേരിട്ട് ഇടപെട്ടവരെ സംബന്ധിച്ച് അവരെ പിടികൂടാനുള്ള ശ്രമങ്ങളാണ് പോലീസ് നടത്തുന്നത്. നടിയെ ആക്രമിച്ച കേസിൽ ചോദ്യം ചെയ്യലിന് ഹാജരാകാനായി കാവ്യ മാധവന് ക്രൈംബ്രാഞ്ച് വീണ്ടും നോട്ടീസ് നൽകും. കാവ്യയുടെ അടുത്ത ബന്ധുക്കളെയും ചോദ്യം ചെയ്യാനും ക്രൈംബ്രാഞ്ച് തീരുമാനിച്ചു. സൈബർ വിദഗ്ധൻ സായി ശങ്കറിനെ നാളെ വീണ്ടും ചോദ്യം ചെയ്യും. വിവരങ്ങളുമായി സുവി വിശ്വനാഥ് ചേരുകയാണ്. സുവി, സായി ശങ്കറിനെ വീണ്ടും ചോദ്യം ചെയ്യുന്നു. കാവ്യ മാധവനെ ചോദ്യം ചെയ്യാനുള്ള നീക്കം, അത് വീണ്ടും നോട്ടീസ് നൽകാനുള്ളൊരു തീരുമാനമാണ് ക്രൈംബ്രാഞ്ച് സംഘം എടുത്തിരിക്കുന്നത്. അപ്പോഴും എവിടെ വെച്ച് ചോദ്യം ചെയ്യും എന്ന ഒരു പ്രശ്നം ഉയരാൻ തന്നെയാണോ സാധ്യത? രേണുക, അത് തന്നെയാണ് ഒരു പ്രതിസന്ധി. കാവ്യ മാധവനെ എവിടെ വെച്ച് ചോദ്യം ചെയ്യണം എന്നത് തന്നെയാണ് അന്വേഷണ സംഘം ഇപ്പോൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. കാരണം പ്രതിയുള്ള സ്ഥലത്ത് വെച്ച് കാവ്യ മാധവനെ ചോദ്യം ചെയ്യേണ്ടതില്ല എന്ന നിലപാടിലാണ് ക്രൈംബ്രാഞ്ച് ഉള്ളത്. നിലവിൽ കാവ്യ മാധവനെ സാക്ഷിയായാണ് വിളിപ്പിച്ചിരിക്കുന്നത്. സാക്ഷിയായതിനാൽ തന്നെ മൊഴിയെടുക്കാൻ ചെല്ലുമ്പോൾ അവർക്ക് സൗകര്യമുള്ള ഇടത്ത് വെച്ച് മൊഴിയെടുക്കണം എന്നാണ് ചട്ടം. ഈ ചട്ടത്തിന്റെ ഭാഗമായാണ് കാവ്യ മാധവൻ ആലുവയിൽ ദിലീപിന്റെ വീടായ പത്മസരോവരത്തിൽ വെച്ച്
മൊഴിയെടുക്കണം എന്ന് ആവശ്യപ്പെടുകയും ചെയ്തത്. മറ്റ് സ്ഥലങ്ങളിൽ തനിക്ക് സൗകര്യമില്ല എന്ന അർത്ഥത്തിലായിരുന്നു കാവ്യ മാധവൻ ക്രൈംബ്രാഞ്ചിനെ അറിയിക്കുകയും ചെയ്തത്. എന്നാൽ പ്രതിയുള്ള വീട്ടിൽ ഒപ്പം തന്നെ ഫോറൻസിക് ഡിജിറ്റൽ രേഖകൾ ഉൾപ്പെടെ കാണിച്ചുകൊണ്ട് വേണം കാവ്യ മാധവനെ ചോദ്യം ചെയ്യേണ്ടത്. അത് ആലുവയിലെ പത്മസരോവരത്തിൽ വെച്ച് ചെയ്യാനാകില്ല എന്ന നിലപാടിലാണ് ക്രൈംബ്രാഞ്ച് ഉള്ളത്. അതുകൊണ്ട് തന്നെ അന്വേഷണ ഉദ്യോഗസ്ഥൻ നിർദ്ദേശിക്കുന്ന ഇടത്തേക്ക് കാവ്യ മാധവൻ എത്തി ചോദ്യം ചെയ്യുന്ന തരത്തിൽ ഒരു പുതിയ നോട്ടീസ് നൽകാനുള്ള ഒരു തീരുമാനമാണ് ഇന്നലെ നടന്ന യോഗത്തിൽ ക്രൈംബ്രാഞ്ച് സംഘം സ്വീകരിച്ചത്. ഏതായാലും നടിയെ ആക്രമിച്ച കേസിന്റെ തുടരന്വേഷണവുമായി ബന്ധപ്പെട്ട് അന്വേഷണം ഊർജിതമായി തന്നെ മുന്നോട്ട് പോവുകയാണ്. 1.5 മാസത്തെ സമയം, അതായത് ക്രൈംബ്രാഞ്ച് ആവശ്യപ്പെട്ട സമയം നൽകിയില്ല എങ്കിലും വെറും 1.5 മാസത്തെ സമയം മാത്രമാണുള്ളത്. ഇതിനിടയിൽ കൂടുതൽ പേരുടെ മൊഴിയെടുക്കണം. കാവ്യ മാധവന്റെ ഉൾപ്പെടെയുള്ളവരുടെ മൊഴിയെടുക്കണം. കാവ്യ മാധവന്റെ അടുത്ത ബന്ധുക്കൾ, മാതാപിതാക്കൾ ഉൾപ്പെടെയുള്ളവരുടെ മൊഴിയെടുക്കാനും അന്വേഷണ സംഘം തീരുമാനിച്ചതായാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ഒപ്പം തന്നെ ദിലീപിന്റെ ഫോണിലെ രേഖകൾ മായ്ച്ചു കളഞ്ഞു എന്നാരോപിക്കപ്പെടുന്ന IT വിദഗ്ധൻ സായ് ശങ്കറിനെ ഇന്നലെ ക്രൈംബ്രാഞ്ച് വിളിച്ചു വരുത്തുകയും ചോദ്യം ചെയ്യുകയും ചെയ്തിരുന്നു. അയാളെ നാളെ വീണ്ടും ക്രൈംബ്രാഞ്ച് ഓഫീസിൽ, കളമശ്ശേരി ഓഫീസിൽ ഹാജരാകാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് സായ് ശങ്കറിനോട്. പ്രധാനമായും കൂടുതൽ തെളിവുകൾ, അതായത് ഈ മായ്ച്ചു കളഞ്ഞു എന്ന് പറയുന്ന രേഖകൾ കൂടുതലായി വീണ്ടെടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് സായ് ശങ്കറിനോട് എത്താൻ വേണ്ടി പറഞ്ഞിരിക്കുന്നത്. അതായത് ദിലീപിനെതിരെയും അതുപോലെ തന്നെ ഈ വധഗൂഢാലോചന കേസിലും നടിയെ ആക്രമിച്ച കേസിന്റെ തുടരന്വേഷണത്തിന്റെയും ഭാഗമായി കൂടുതൽ തെളിവുകൾ സമാഹരിക്കാനും ഇപ്പോൾ അന്വേഷണ സംഘം തീരുമാനിച്ചിരിക്കുന്നതായാണ് നമുക്കറിയാൻ കഴിയുന്നത്. സുവി വിശ്വനാഥാണ് വിവരങ്ങൾ നൽകിയത്. സിൽവർ ലൈനുമായി ബന്ധപ്പെട്ട വാർത്തയിലേക്ക് വീണ്ടും പോവുകയാണ്. പ്രതിഷേധം അവഗണിച്ച് സിൽവർ ലൈൻ കല്ലിടൽ നടപടികളുമായി മുന്നോട്ട് പോവുകയാണ് കേരയിൽ. കണ്ണൂരിൽ നിന്ന് സർവേ നടത്താനാണ് കേരയിൽ തീരുമാനം. ചാലം മുതൽ തലശ്ശേരി വരെയുള്ള സ്ഥലങ്ങളിലാണ് സർവേ നടപടികൾ ശേഷിക്കുന്നത്. വിവരങ്ങളുമായി മനു ഭരത് ചേരുന്നു. മനു, പ്രതിഷേധം ഉയരാൻ തന്നെയുള്ളൊരു സാധ്യതയാണ് ഉള്ളത്. പ്രതിഷേധം കടുപ്പിക്കുമെന്ന് കോൺഗ്രസ് ഇന്നലെ തന്നെ വ്യക്തമാക്കുകയും ചെയ്തിരുന്നൊരു സാഹചര്യം. സാധാരണ ഇത്തരം സാഹചര്യത്തിൽ നേരത്തെ അറിയിച്ചിരിക്കുന്ന സ്ഥലങ്ങളിൽ നിന്ന് മാറി അല്ലെങ്കിൽ പുതിയ സ്ഥലങ്ങളിലേക്കൊക്കെ സർവേ നടപടികൾക്കായി ഉദ്യോഗസ്ഥർ എത്തുകയോ അല്ലെങ്കിൽ പറയുന്ന സമയം കഴിഞ്ഞും ആളുകളില്ലാത്ത സമയം നോക്കിയൊക്കെ എത്തുകയാണ് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കണ്ടത്. കല്ലിടലുമായി ബന്ധപ്പെട്ട് എന്താണ് പ്രതീക്ഷിക്കുന്നത്? എപ്പോൾ സർവേ നടപടികൾ ആരംഭിക്കുമെന്നാണ് അറിയുന്നത്? സർവേ നടപടികൾ 10 മണിയോടുകൂടി ആരംഭിക്കും എന്നാണ് വ്യക്തമായിട്ടുള്ളത്. ഏതായാലും ഇന്ന് വളരെ ശക്തമായൊരു പ്രതിരോധം ഉണ്ടാകും എന്നാണ് മനസ്സിലാകുന്നത്. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും അതുപോലെ ഈ സിൽവർ ലൈൻ വിരുദ്ധ ജനകീയ സമിതിയും ശക്തമായി തന്നെ രംഗത്തുണ്ട്. കഴിഞ്ഞ ദിവസം വലിയൊരു പ്രക്ഷോഭം ഇവിടെ വൈകുന്നേരം ഉണ്ടായി, അതായത് ഇന്നലെ ഉണ്ടായി. രാവിലെ തന്നെ ഈ കല്ലിടലിനായി എത്തിയ വാഹനം അവിടുത്തെ പ്രദേശത്തെ ആളുകൾ തടയുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അവിടുന്ന് 30ഓളം പേരെ ബലപ്രയോഗത്തിലൂടെ നീക്കം ചെയ്തതിന് ശേഷമാണ് കല്ലിടൽ നടപടികൾ തുടരാനായത്. എന്നാൽ വൈകുന്നേരത്തോടുകൂടി പ്രക്ഷോഭം കനക്കുന്നൊരു കാഴ്ചയാണ് കാണാൻ കഴിഞ്ഞത്. കെ സുധാകരൻ അവിടെ എത്തി. പിന്നീട് കോൺഗ്രസ് പ്രവർത്തകർ ഈ കല്ല് എഴുതെറിയുന്നതാണ് നമ്മൾ കണ്ടത്. DCC അധ്യക്ഷൻ മാർട്ടിൻ ജോർജ്, അതുപോലെ മേയർ ടി.ഒ. മോഹൻ ഉൾപ്പെടെയുള്ള യൂത്ത് കോൺഗ്രസ് നേതാക്കളെ ഉൾപ്പെടെ, അതുപോലെ യൂത്ത് കോൺഗ്രസ് നേതാക്കളായ റിജിൽ മാക്കുറ്റി, സുദീപ് ജെയിംസ് ഉൾപ്പെടെയുള്ള നേതാക്കൾ എത്തിയാണ് ഈ കല്ല് പിഴുതെറിയുന്ന സമരങ്ങൾക്ക് നേതൃത്വം നൽകിയത്. അതുകൊണ്ട് തന്നെ വലിയൊരു പ്രക്ഷോഭം ഉണ്ടാവും എന്നാണ് കരുതുന്നത്. ഇന്നലെ പോലീസുമായി ഉന്തും തള്ളും ഒക്കെ ഉണ്ടായിരുന്നു. ഇന്നും ഇത് വന്നാൽ, ഇത്തരത്തിൽ പ്രതിഷേധവുമായി വന്നാൽ ശക്തമായി നേരിടാൻ തന്നെയായിരിക്കും പോലീസ് നിലയുറപ്പിക്കുക. ഈ കണ്ണൂരും ഇടക്കാട് സ്റ്റേഷനുകളിൽ നിന്നുള്ള പോലീസ് ഉദ്യോഗസ്ഥരെ അങ്ങോട്ടേക്ക് നിയോഗിക്കും. മറ്റൊരു പ്രധാന കാര്യം, എന്തു തന്നെ വന്നാലും ഈ കല്ല് ഇടാൻ സമ്മതിക്കില്ല എന്ന് കെ സുധാകരൻ കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നു. പട്ടാളം വന്നാലും അതിന് അനുവദിക്കില്ല, ജയിലിൽ പോകേണ്ടി വന്നാൽ അതിന് മടിയില്ല എന്ന് അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു. അതേസമയം ഇന്നലെ മാധ്യമപ്രവർത്തകരോട് സംസാരിച്ചിരുന്ന EP ജയരാജൻ അക്രമ സമരങ്ങളിൽ നിന്ന് കോൺഗ്രസ് പിന്മാറണം എന്ന് ആവശ്യപ്പെട്ടു. ഈ കല്ലിടാൻ എത്തുന്ന ആളുകളെ ആക്രമിക്കുന്ന രീതി ശരിയാകുന്നില്ല എന്ന് അദ്ദേഹം വ്യക്തമാക്കുകയും ചെയ്തു. ശരി, എന്തായാലും കനത്ത പോലീസ് സുരക്ഷയിൽ കല്ലിടൽ നടപടികളുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് കേരളയിൽ തീരുമാനമെന്നറിയുന്നു. എന്നാൽ അതിനെ ശക്തമായി പ്രതിരോധിക്കാൻ, പ്രതിഷേധമുയർത്താൻ തന്നെയാണ് കോൺഗ്രസിന്റെയും തീരുമാനം. മനു ഭരതാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്. പ്രതിസന്ധി പരിഹരിക്കാൻ KSRTCയിലെ തൊഴിലാളി യൂണിയനുകളുമായി MD ബിജു പ്രഭാകർ ഇന്ന് ചർച്ച നടത്തും. ഉച്ചയ്ക്ക് 2 മണിക്കാണ് ചർച്ച. എല്ലാ മാസവും 5-ാം തീയതിക്ക് മുൻപ് ശമ്പളം വിതരണം ചെയ്യണമെന്നാണ് തൊഴിലാളി യൂണിയനുകളുടെ ആവശ്യം. മാർച്ചിലെ ശമ്പളം 18 ദിവസം വൈകിയാണ് നൽകിയത്. ഈ മാസം 28-ന് പണിമുടക്ക് നടത്തുമെന്ന് CITU പ്രഖ്യാപിച്ചിട്ടുണ്ട്. അനിശ്ചിതകാല പണിമുടക്കിനാണ് AITUC ആഹ്വാനം ചെയ്തിരിക്കുന്നത്.
വീണ്ടും വാർത്തകളിലേക്ക്. മാവേലിക്കര താമരക്കുളം പഞ്ചായത്തിൽ ടൂറിസം പദ്ധതിക്കായി വിനോദസഞ്ചാര വകുപ്പ് മുടക്കിയ ലക്ഷങ്ങളുടെ തുക പാഴാകുന്നു. വയ്യാങ്കര ചിറയെന്ന അതിമനോഹരമായ പ്രദേശത്തിന്റെ സാധ്യതകൾ തിരിച്ചറിഞ്ഞാണ് ടൂറിസം വകുപ്പ് പദ്ധതികളുമായി താമരക്കുളത്തെത്തുന്നത്. പാതി വഴിയിലായ പദ്ധതി പ്രദേശം ഇപ്പോൾ സാമൂഹ്യവിരുദ്ധരുടെ കേന്ദ്രമാണ്. ഏക്കറോളം പരന്നുകിടക്കുന്ന അതിവിശാലവും മനോഹരവുമായ പ്രദേശമാണ് താമരക്കുളം പഞ്ചായത്തിലെ വയ്യാങ്കര ചിറ. സർവ്വസമയവും തണുത്ത കാറ്റ് വീശുന്ന ചിറ ദേശാടന പക്ഷികളുടെ ഒത്തുചേരലുകളുടെ ഇടം കൂടിയാണ്. 2014 താമരക്കുളം ഗ്രാമത്തിന് പ്രതീക്ഷ പകർന്നുകൊണ്ട് ഈ ചിറ സർക്കാർ ഏറ്റെടുത്തത്. നിർമ്മാണങ്ങളും മോടിപിടിപ്പിക്കലും ഒക്കെയായി ലക്ഷങ്ങൾ ഒഴുകി. പക്ഷെ വർഷം 8 കഴിഞ്ഞിട്ടും പദ്ധതിയുടെ ഉദ്ഘാടനം പോലും നടന്നിട്ടില്ല. ചിറ ഇപ്പോൾ ആർക്കും ഇല്ലാത്തൊരു അനാഥ അവസ്ഥയിൽ നിന്ന് പറയാൻ പറ്റുന്ന ഒരു സാഹചര്യത്തിലാണ് ചിറയുള്ളത്. ചിറ പഞ്ചായത്തിന് കൊടുത്തു കഴിഞ്ഞാൽ പഞ്ചായത്ത് ഒന്നുകിൽ സ്വകാര്യ വ്യക്തികൾക്ക് ഇതിൽ മത്സ്യകൃഷിക്ക് ലേലം ചെയ്ത് കൊടുക്കാൻ പറ്റും, ഈ ടൂറിസം നടത്തുന്നതിന് വേണ്ടി ലേലം ചെയ്ത് കൊടുക്കാൻ പറ്റും. ഇത് ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റ് പഞ്ചായത്തിന് അനുമതി കൈമാറത്തില്ല എന്നുള്ള ഒരു വലിയ വാശി പിടിച്ച് നിൽക്കുന്ന ഒരു അവസ്ഥയാണ്. വലിയ ആവേശത്തോടെ തുടങ്ങിയ പദ്ധതി പിന്നീട് വൈദ്യുത ബില്ല് പോലും അടക്കാൻ മടികാട്ടുന്ന രീതിയിൽ ടൂറിസം വകുപ്പ് തഴഞ്ഞു. വകുപ്പ് ഏറ്റെടുത്ത പ്രദേശത്ത് പഞ്ചായത്തിന് അധികാരമില്ലാതായതോടെ ചിറയും പരിസരവും സാമൂഹ്യവിരുദ്ധരുടെ കേന്ദ്രമായി. കുറേ കുട്ടികൾ വന്നിട്ട് വളരെ മോശമായ രീതിയിലുള്ള ലഹരി പദാർത്ഥങ്ങളുടെ ഉപയോഗം വരെ നടക്കുന്നു എന്നുള്ള കാരണം ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. ഇത് വയ്യാങ്കര പ്രൊട്ടക്ഷൻ കൗൺസിലിൻ്റെ നേതൃത്വത്തിൽ അതൊരു പരാതിയായിട്ട് നൂറനാട് സ്റ്റേഷൻ ഹൗസ് ഓഫീസർക്ക് നൽകിയതുമാണ്. പക്ഷേ അതിന്മേലുള്ള യാതൊരുവിധ നടപടികളും പിന്നീട് സ്വീകരിച്ചിട്ടുമില്ല. നിർമ്മാണത്തിന്റെ ഭാഗമായി സ്ഥാപിച്ച ചിൽഡ്രൻസ് പാർക്കും ലൈറ്റും ടോയ്ലറ്റ് സംവിധാനങ്ങളും എല്ലാം തകർന്ന അവസ്ഥയാണ്. പ്രദേശം പഞ്ചായത്തിന് വിട്ടു നൽകണമെന്ന ആവശ്യം ശക്തമാണെങ്കിലും ടൂറിസം വകുപ്പ് തയ്യാറായിട്ടില്ല. ഒടുവിൽ സാമൂഹ്യവിരുദ്ധരുടെ ശല്യം ശക്തമായതോടെ ജനങ്ങൾ തന്നെ മുന്നിട്ടിറങ്ങി കാട് വെട്ടിത്തെളിക്കേണ്ട അവസ്ഥ വന്നിരിക്കുകയാണ്. ന്യൂസ് 18 ആലപ്പുഴ. ഒരു പഴം നാടിന്റെ ഒന്നാകെ തൊഴിൽ മേഖലയെ താങ്ങി നിർത്തുന്ന കഥയാണ് മലപ്പുറം വണ്ടൂർ മമ്പാട്ടുമൂലയ്ക്ക് പറയാനുള്ളത്. പറഞ്ഞു വരുന്നത് ചക്കയെ പറ്റിയാണ്. നാട്ടിൽ തുടങ്ങിയ ചക്ക സംസ്കരണ മൂല്യവർദ്ധിത ഉൽപ്പന്ന കേന്ദ്രം ആശ്രയമാകുന്നത് അനവധി പേർക്കാണ്. കാണാൻ മാത്രമല്ല ഗുണത്തിലും ഫലത്തിലും മുമ്പൻ താൻ തന്നെയാണെന്ന് ചക്ക മുമ്പേ തെളിയിച്ചതാണ്. വണ്ടൂർ മമ്പാട്ടുമൂല എന്ന ഗ്രാമത്തിലെ ഒരുപാട് കുടുംബങ്ങളുടെ അന്നദാതാവ് കൂടിയാണ് ചക്ക. ഇന്നാട്ടുകാരനായ മോയിക്കൽ ഖാലിദിന്റെ ചക്ക സംസ്കരണ യൂണിറ്റിൽ ജോലി ചെയ്യുന്നത് 100-ലധികം പേരാണ്. കേരളത്തിലെ വിവിധ ജില്ലകളിൽ നിന്ന് ശേഖരിക്കുന്ന ചക്കകൾ ഇവിടെ എത്തിച്ച് അത്യാധുനിക രീതിയിൽ സംസ്കരിച്ച് മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളാക്കി വിദേശ രാജ്യങ്ങളിലേക്ക് കയറ്റി അയക്കുകയാണ് ചെയ്യുന്നത്. ചക്കക്കുരുവിൽ നിന്നടക്കം 5 തരം ഉൽപ്പന്നങ്ങളാണ് നിർമ്മിക്കുന്നത്. കുരുതൊക്കെ ചുളക്കെ അരിഞ്ഞിട്ട് ശരിക്കും കഴുകി പുഴുങ്ങിയിട്ടൊക്കെയാണ് ഇത് പാക്ക് ചെയ്യുന്നത്. അത് കുറേ കാലം കേട് വരില്ല, 6 മാസം കേട് വരില്ല. അങ്ങനെ ചെയ്തുകൊണ്ടാണ് അവിടുന്ന് കമ്പനിയിൽ നിന്ന് പോകുന്നത്. അങ്ങനെ കുരു അങ്ങനെ തന്നെ പോണേ, എല്ലാം ഒന്നും ഒഴിവാക്കണില്ല, കുരും ചുളയെല്ലാം എടുക്കുന്നുണ്ട് കമ്പനി. മമ്പാട്ടുമൂലയിൽ നിന്നും മറ്റു കേന്ദ്രങ്ങളിൽ നിന്നും സംസ്കരിക്കുന്ന ചക്ക ഉൽപ്പന്നങ്ങൾ വണ്ടൂർ കാപ്പിലുള്ള ഫാക്ടറിയിലെത്തിച്ച് അവിടെ അത്യാധുനിക രീതിയിൽ പാക്ക് ചെയ്താണ് കയറ്റി അയക്കുന്നത്. ഗൾഫിലെയും യൂറോപ്പിലെയും വിവിധ രാജ്യങ്ങളിലേക്കാണ് കയറ്റുമതി. ഗൾഫ് കൺട്രിക്കാണ് പോകുന്നത്, അമേരിക്ക, ബ്രിട്ടൻ, പിന്നെ ദുബായ്, അങ്ങനെ ലുലുമാള് അതിലൊക്കെ പോകുന്നത്. ഇവിടെ കുറേ ആൾക്കാർക്ക് അങ്ങനെ ജോലി, ഇപ്പോൾ കൊറോണ ടൈമിലൊക്കെ ഇവിടെ നല്ല പണിയായിരുന്നു, എല്ലാവർക്കും പണിയില്ലായിരുന്നു, ഇവിടെ പണിയുണ്ട്. കോവിഡ് കാലത്ത് പോലും ഈ ജോലി മുടങ്ങിയിട്ടില്ല എന്ന് പറയുമ്പോൾ അത് നൽകുന്ന സാധ്യതകൾ എത്ര വലുതാണെന്ന് വേറെ പറയേണ്ടതില്ലല്ലോ. ന്യൂസ് 18 മലപ്പുറം.